ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കോമൺ ആയിട്ട് ഒളിമ്പ്യാഡിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് എക്സ് ഇസ് എ നോൺ സീറോ റിയൽ നമ്പർ സച്ച് ദാറ്റ് ബോത്ത് എക്സ് റൈസ് ടു 5 ആൻഡ് 20x plus 19/x ആർ റാഷണൽ നമ്പേഴ്സ്. പ്രൂവ് ദാറ്റ് എക്സ് ഇസ് എ റാഷണൽ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു 5 റാഷണൽ നമ്പറാണ്, 20x plus 19/x റാഷണൽ നമ്പറാണ്, എക്സ് റാഷണൽ നമ്പർ എന്നാണ് അവർക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ 20x, സപ്പോസ് എ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് 20x എന്ന് വിളിക്കാം. എ ഇസ് ഈക്വൽ ടു 20x. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സാധനത്തിന് 19/x എന്ന് വിളിക്കാം. 19/x എന്ന് വിളിക്കാം. ഇനി അവർ പറഞ്ഞതെന്താ വെച്ചാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ സാധനം 20x plus 19/x എന്താണ്, റാഷണലാന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ബിലോങ്സ് ടു ക്യൂ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ എക്സ് പവർ 5 റാഷണൽ നമ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പം നമുക്ക് ബേസിക്കലി എ റാഷണലാന്ന് പ്രൂവ് ചെയ്യണം. എ റാഷണലാന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, എക്സ് റാഷണലാന്ന് പ്രൂവ് ചെയ്യണം. പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, 20x എ റാഷണലാന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എ മൈനസ് ബി റാഷണലാന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നൊരു സ്ട്രാറ്റജി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അവർ തന്നിരിക്കുന്നത് എക്സ് നോൺ സീറോ റിയൽ നമ്പറാണ്. എക്സ് നമുക്ക് തോന്നുമോ ഇത് കറക്റ്റ് അല്ലേ എന്നൊക്കെ തോന്നും, പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൂവ് ചെയ്യലാണല്ലോ അല്ലേ കാര്യം. കാണുമ്പോൾ നോക്കുക, എക്സ് നോൺ സീറോ റിയൽ നമ്പറാണ്, എക്സ് റൈസ് ടു 5 റാഷണലാണ്, 20x plus 19/x റാഷണലാണ്. അങ്ങനെ എക്സ് റാഷണൽ നമ്പർ ആയിരിക്കൂടെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ 1-2 എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. സിസ്റ്റമാറ്റിക്കലി വി നീഡ് ടു പ്രൂവ് ദാറ്റ് എന്താണ്, എക്സ് ഇസ് റാഷണൽ. അപ്പോൾ എക്സ് ഇസ് റാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം എ ഇസ് റാഷണൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എ ഇസ് റാഷണൽ, അത് പ്രൂവ് ചെയ്താൽ മതി. യെസ്, അപ്പോൾ എ ഇസ് റാഷണൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എ ഇസ് റാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമുക്ക് ഓൾറെഡി എ പ്ലസ് ബി റാഷണലാന്ന് അറിയാം. അതിൻ്റെ കൂടെ എ മൈനസ് ബി റാഷണലാന്ന് കിട്ടിയാൽ മതി. കാരണം എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2a റാഷണലാണ് അഥവാ എ റാഷണലാന്ന് കിട്ടും. അതാണ് എല്ലാ സ്ട്രാറ്റജി കേട്ടോ. നമുക്ക് ഓൾറെഡി എ പ്ലസ് ബി റാഷണലാന്ന് കിട്ടിയാൽ മതി. അപ്പോൾ എ ഗുഡ് സ്ട്രാറ്റജി ഈസ് ടു വി നീഡ് ടു ഷോ ദാറ്റ് എ മൈനസ് ബി ഈസ് റാഷണൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കുക. ഈ സ്ട്രാറ്റജി എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, എ പ്ലസ് ബി ഓൾറെഡി റാഷണലാന്ന് അറിയാം, എ മൈനസ് ബി റാഷണലാന്ന് കിട്ടി കഴിഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്താൽ എന്താവും, റാഷണൽ നമ്പർ ആയിരിക്കും. 2a റാഷണൽ ആയിരിക്കും, അതുകൊണ്ട് എന്തായിരിക്കും, എ റാഷണൽ ആയിരിക്കും. ഇനി ഇവർ പറയുന്ന എക്സ് പവർ 5 റാഷണൽ ആണല്ലോ. എക്സ് പവർ 5 അവർ പറയുന്നുണ്ട് റാഷണലാണ്. സോ അവരെ 1/x പവർ 5 എന്ന് പറയുന്ന സാധനം അതിൻ്റെ റെസിപ്രോക്കലും തന്നെയാണ്, റാഷണൽ നമ്പറാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നന്നായി ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു സംഭവം എടുക്കാൻ പോവാണ്. ഈ എ പവർ 5 മൈനസ് ബി പവർ 5 എന്ന് പറഞ്ഞ നമ്പർ, എ പവർ 5 മൈനസ് ബി പവർ 5 എന്ന് പറഞ്ഞ നമ്പർ എന്താണെന്ന് വെച്ചാൽ, അത് 20x റേസ് ടു 5 മൈനസ് 19/x റേസ് ടു 5 ആണ്. അപ്പോൾ 20x റാഷണലാണ്, സോറി എക്സ് റേസ് ടു 5 റാഷണലാണ്. അപ്പോൾ 20x ഹോൾ റേസ് ടു 5 എന്താണ്, റാഷണൽ നമ്പറാണ്. സോ ദിസ് ഈസ് എ റാഷണൽ നമ്പർ. അതുപോലെ നമുക്ക് ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ്, എ പവർ 5 മൈനസ് ബി പവർ 5 എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ 20x പവർ 5 മൈനസ് 19/x റേസ് ടു 5 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 1/x പവർ 5 റാഷണലാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ടേം എന്താണ്, റാഷണലാണ്. അപ്പോൾ ഇൻഡിവിജ്വലി ഈ ടേമും റാഷണലാണ്, ഈ ടേമും റാഷണലാണ്. സോ ദിസ് ഈസ് റാഷണൽ. അത് കിട്ടി. ഇതിന് ഈ എ പവർ 5 മൈനസ് ബി പവർ 5 കൊണ്ടുവന്ന് മനസ്സിലായോ? എ പവർ 5 മൈനസ് ബി പവർ 5 കൊണ്ടുവരുമ്പോൾ നമുക്കതിനെ എ മൈനസ് ബി ഇൻറ്റു ബാക്കി ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എ മൈനസ് ബി റാഷണലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എ പവർ 5 തന്നെ കൊണ്ടുവരാൻ കാരണം എന്ന് മനസ്സിലായില്ലേ? എ പവർ 5 തന്നെ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എക്സ് പവർ 5 ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എ മൈനസ് ബി
എന്ന് പറഞ്ഞ സാധനം എ പവർ 5 മൈനസ് ബി പവർ 5 ഒരു ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ എ പവർ 5 മൈനസ് ബി പവർ 5ൻ്റെ എക്സ്പാൻഷൻ എഴുതി നോക്കാം. അപ്പോൾ എ പവർ 5 മൈനസ് ബി പവർ 5ൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എന്താ ചെയ്യാം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എ പവർ 5 മൈനസ് ബി പവർ 5 എന്ന് പറഞ്ഞ സാധനം ഇതിന്ന് എ മൈനസ് ബി ഇൻറ്റു എ പവർ 4 പ്ലസ് എ ക്യൂബ് ബി പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ ബി ക്യൂബ് പ്ലസ് ബി പവർ 4 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ പവർ 4 പ്ലസ് എ ക്യൂബ് ബി പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ ബി ക്യൂബ് പ്ലസ് ബി പവർ 4. അപ്പോൾ ഇതെങ്ങനെയാണ് അതിന് വന്നതെന്ന് വെച്ചാൽ, ഈ സീരീസ് എക്സ്പാൻഷൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു പാറ്റേൺ ഉണ്ടല്ലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അതുപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഇത് എ മൈനസ് ബി ഇൻറ്റു നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അതുപോലെ എ പവർ 4 മൈനസ് ബി പവർ 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് എ മൈനസ് ബി ഉണ്ടാവും, പിന്നെ എ പ്ലസ് ബി ഉണ്ടാവും, ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു അതിൽ എ ക്യൂബ് ഉണ്ടാവും, പിന്നെ എ സ്ക്വയർ ബി ടേം ഉണ്ടാവും, പിന്നെ എ ബി സ്ക്വയർ ടേം ഉണ്ടാവും പ്ലസ് ബി ക്യൂബ് ടേം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കിയിട്ടാണ് ഞാൻ ഈ സാധനം വേഗം എഴുതിയത് കേട്ടോ. അപ്പോൾ ബൈനോമിയൽ തിയറൊക്കെ ഓൾറെഡി അറിയുന്നവർക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, പക്ഷെ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വെറുതെ നമുക്ക് ആ പാറ്റേൺ നോക്കിയിട്ട് എഴുതാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഇതിൽ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എ മൈനസ് ബീനെ ഒരു വൈ എന്നെങ്ങാനും വിളിച്ചിട്ട്, അപ്പോൾ എ ഈക്വൽ ടു ബി പ്ലസ് വൈ ആണ്, അപ്പോൾ ബി പ്ലസ് വൈ റൈസ് ടു 5 മൈനസ് ബി പവർ 5ൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഈ പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ എ പവർ 5 മൈനസ് ബി പവർ 5 എടുത്ത് നോക്കുമ്പോൾ എ പവർ 5 മൈനസ് ബി പവർ 5ലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ എ മൈനസ് ബി പുറത്തിരിപ്പുണ്ട്. പിന്നെ ആരുള്ളതെന്ന് വെച്ചാൽ എ പവർ 4 പ്ലസ് ബി പവർ 4 ഇതാ ഒരുമിച്ചാക്കി ഞാൻ ഈ ടേമുകൾ ഞാൻ ഒരുമിച്ചാക്കി കേട്ടോ, എ പവർ 4 പ്ലസ് ബി പവർ 4. പിന്നെ ബാക്കിയുള്ള ആരാന്ന് വെച്ചാൽ ഇതാ ഇവന്മാരെ ഒരുമിച്ചാക്കി, ഇതാ ഈ ടേമുകളെ ഞാൻ ഒരുമിച്ചാക്കി, എ ക്യൂബ് ബി പ്ലസ് എ ബി ക്യൂബ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് അടുത്ത ടേം നോക്കാം. അടുത്ത ടേം എന്ന് പറയുന്ന സാധനം എ സ്ക്വയർ ബി സ്ക്വയർ ആണ്, എ സ്ക്വയർ ബി സ്ക്വയർ കിട്ടി. ഓക്കെ, സോ ഇത് പിന്നെ ഇത് എ സ്ക്വയർ ബി സ്ക്വയർ സെറ്റ്. ഓക്കെ, ഇനി ഞാൻ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, എനിക്ക് ഓൾറെഡി എന്താണെന്നറിയാം, എ പവർ 5 മൈനസ് ബി പവർ 5 എന്താണ്, റാഷണൽ നമ്പർ ആണെന്നറിയാം. ഇത് റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി റാഷണൽ ആണെന്ന് കിട്ടുകയും എ മൈനസ് ബി റാഷണൽ ആയതുകൊണ്ട് എ പ്ലസ് ബിയും കൂടി റാഷണൽ ആയതുകൊണ്ട് അതിൻ്റെ സമ്മ് 2a റാഷണൽ ആയിരിക്കും, അപ്പോൾ എ റാഷണൽ ആയിരിക്കും. അത്രയും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് സിമ്പിൾ. അപ്പോൾ ഇതിൽ നോക്കടാ, ഈ എ ബി എന്ന് പറഞ്ഞ സാധനം, ശ്രദ്ധിച്ചോ, ഒബ്സർവേഷനാണ്. എ ബി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയാണ് എത്ര, 20x 19/x, അത് 380 ആണ്, അത് റാഷണലാണ്. ഓക്കെ, ഇനി നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab ആ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2b എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി റാഷണലാണ്, എ ബി റാഷണലാണ്. അപ്പോൾ ഈ സാധനം എന്താണ്, ദിസ് ഈസ് റാഷണൽ. അപ്പോൾ ഇതും റാഷണലാന്ന് മനസ്സിലായി. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ ബ്ലൂ പെയിൻ്റ് അടിച്ച സാധനം റാഷണലാന്ന് കിട്ടി, അതുപോലെ യെല്ലോ പെയിൻ്റ് അടിച്ച സാധനം റാഷണലാന്ന് കിട്ടി. ഇനി ഇതേപോലെ എ പവർ 4 പ്ലസ് ബി പവർ 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ പവർ 4 പ്ലസ് ബി പവർ 4 എന്ന് പറഞ്ഞ സാധനം ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് കിട്ടും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ ആണ്. അതും റാഷണലാന്ന് കിട്ടും. കാരണം എന്താ, ഓൾറെഡി നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റാഷണലാന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പാർട്ടാണ്, ഈ സാധനം റാഷണലാന്ന് പ്രൂവ് ചെയ്തതാ. ഇത് ഓൾറെഡി നമ്മൾ റാഷണലാന്ന് പ്രൂവ് ചെയ്തതാണ്. അതുപോലെ എ ബി നമ്മൾ റാഷണലാന്ന് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ പച്ച പെയിൻ്റ് അടിച്ച സാധനം എന്തായി, റാഷണലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 3യിൽ നോക്കിക്കേ, എ പവർ 5 മൈനസ് ബി പവർ 5 ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ഒരു റാഷണൽ നമ്പർ. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എ പവർ 5 മൈനസ് ബി പവർ 5 റാഷണലാണ്.
അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടേം ഉണ്ടല്ലോ, അതായത് എ പവർ 4 പ്ലസ് ബി പവർ 4 പ്ലസ് എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പിന്നെ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ, ഇത് റാഷണൽ അല്ലാന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എ മൈനസ് ബി റാഷണൽ ആണെന്ന് കിട്ടി. ഓക്കെ, എ മൈനസ് ബി എന്ന് പറയുന്നത് റാഷണൽ ബൈ റാഷണൽ ആണ്. ഓക്കെ, സോ അതിൽ നിന്ന് എ മൈനസ് ബി റാഷണൽ ആണെന്ന് കിട്ടി. ഇനി എ മൈനസ് ബി റാഷണൽ അല്ലാന്ന് അറിയാമെങ്കിൽ 4, ഓക്കെ, നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? എ പ്ലസ് ബി റാഷണൽ ആണെന്ന് അറിയാലോ. 1 and 4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2a ഇസ് റാഷണൽ. അപ്പോൾ അതിൽ നിന്ന് എ ഇസ് റാഷണൽ. എ റാഷണൽ ആയതുകൊണ്ട് എക്സ് എന്താണെന്ന് മനസ്സിലായി, റാഷണൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു ടൈമിനെ എന്നും മറ്റേ ടൈമിനെ ബി എന്നും വിളിച്ചു. അതിൻ്റെ സമ്മ് റാഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് പവർ 5 റാഷണൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു, എക്സ് പവർ 5ൻ്റെ റെസിപ്രോക്കലും റാഷണൽ ആണ്. ഇനി നമ്മൾ എ പവർ 5 മൈനസ് ബി പവർ 5 എന്ന് പറയുന്ന സാധനം എന്താണ്, അത് നമുക്ക് ഓൾറെഡി റാഷണൽ ആണെന്ന് മനസ്സിലായി. കാരണം എ പവർ 5 എന്ന് പറയുന്ന സാധനം ഇതാ ഓൾറെഡി എക്സ് പവർ 5 റാഷണൽ ആയതുകൊണ്ട് റാഷണൽ ആണ്. അതുപോലെ 1/x പവർ 5 റാഷണൽ ആയതുകൊണ്ട് ഇതും റാഷണലായി. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് റാഷണലാണ്. ആ ഡിഫറൻസ് നോക്കിക്കേ, ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, എ മൈനസ് ബി റാഷണലാന്ന് കിട്ടി. അതാണ് ഇതിലെ ലോജിക്. അപ്പോൾ ഇത് നല്ലൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ശരി.